ജാസ്മിൻ അപ്പോൾ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഇന്നലത്തെ പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗബ്രി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഗബ്രി ഒന്ന് മിണ്ടോ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ജാസ്മിന് ഒരു സമാധാനം കിട്ടിയെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ. അതിനായിട്ട് തനിക്ക് ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതിനുശേഷം ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുകയും അതിനുശേഷം മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചു വരുന്ന ജാസ്മിൻ പിന്നീട് അവിടെ വന്ന് കിടക്കുമ്പോഴാണ് ഗബ്രി ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ജാസ്മിൻ മൈക്ക് ഇടാതിരിക്കുന്നത്. ജിൻഡോ പറയും മൈക്ക് ഇട്ട് സംസാരിക്കും. അപ്പോഴാണ് പറയുന്നത് താൻ പോടോ, എനിക്ക് സൗകര്യമില്ല, താൻ കൊണ്ടേ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്. നീ പോണെങ്കിൽ നീ രാവിലെ തൊട്ട് പറഞ്ഞതല്ലേ പെട്ടി എടുത്തോണ്ട് പോകണം എന്നുള്ളത്, നീ പൊക്കോ, നീ പെട്ടി എടുത്തോണ്ട് എവിടെയാന്ന് വെച്ചാൽ പോടി, ഇവിടെ കിടപ്പ് പറ്റില്ല എന്നൊക്കെ ജിൻഡോ കിടന്നിട്ട് പറയും. അതിനുശേഷം ബിഗ് ബോസ് ജാസ്മിനോട് മൈക്ക് ഇടാൻ പറയും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജിൻഡോ ഒക്കെ കൂവി വിളിക്കാൻ മൈക്ക് ഇടാൻ പറഞ്ഞില്ലേ, മൈക്ക് ഇടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് ബിഗ് ബോസ് ജാസ്മിനോട് പറയും കൺഫെഷൻ റൂമിലേക്ക് വരാൻ. അപ്പോൾ എനിക്ക് എവിടെയും വരണ്ടെന്നും പറഞ്ഞിട്ടാണ് ജാസ്മിൻ കിടന്ന ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് പോകണ്ട, എനിക്ക് കൺഫെഷൻ റൂം പോകണ്ട, എനിക്ക് എവിടെയും പോകണ്ട എന്നൊക്കെ പറയും. അതൊക്കെ എല്ലാവരും വന്ന് റസ്മിനൊക്കെ ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ജാസ്മിൻ ആരെയും കാണുന്നത് ഒന്നും തന്നെ ഇഷ്ടമല്ല, ആരും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നത്. ജാസ്മിൻ ആദ്യം ചെല്ലുന്നില്ലെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്സരയോടും ജാസ്മിനോടും കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെയും കൊണ്ട് ചെല്ലാൻ പറയും. എന്നിട്ട് അങ്ങനെ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോയിരിക്കുകയാണ്. അപ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട് അവൾക്ക് ഇവിടെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആണെന്നും ഒരു ദിവസം മാറ്റി നിർത്താൻ പറ്റുമോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, അത് പറയാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുമ്പോൾ പറയും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഫുൾ പ്രശ്നമാണെന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അങ്ങനെ ജാസ്മിൻ പൊട്ടിക്കരയുകയും അങ്ങനെ റസ്മിൻ അവിടെ ജാസ്മിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൺഫെഷൻ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ജാസ്മിൻ. അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി അവിടെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ തകർന്നാണ് ഗബ്രി ഇരിക്കുന്നത്. ഗബ്രി രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഗബ്രിയും കഴിച്ചിട്ടില്ല, ജാസ്മിനും കഴിച്ചിട്ടില്ല. വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഗബ്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സിബിനൊക്കെ ഗബ്രിയോട് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഗബ്രി ആരോടും മിണ്ടുന്നേ ഇല്ല. ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് ഗബ്രിയോട് ചെല്ലാൻ പറയുകയാണ്. അപ്പോൾ ഗബ്രി പോകുന്നൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ അതിനുശേഷം അർജുനും സിബിനും കൂടി ഗബ്രീനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഗബ്രീനെയും ജാസ്മിനെയും പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ജാസ്മിൻ കാണിക്കുന്നത് മൊത്തം ഡ്രാമയാണെന്നാണ് സിബിനും അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഗബ്രിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഗബ്രീനെ സപ്പോർട്ട് ചെയ്താണ് കുടുംബാംഗങ്ങൾ കുറച്ച് പേരെങ്കിലും സംസാരിക്കുന്നത്. ജാസ്മിൻ വലിയ പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളതെന്നും ഇതൊക്കെ അവളുടെ ഡ്രാമയാണെന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് സീക്രട്ട് ഏജന്റ് ഒക്കെ പറയുന്നത്. സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞതും പിന്നെ അതിനുശേഷം വീട്ടുകാരെ കണ്ടപ്പോഴാണെങ്കിലും അവർ നല്ല രീതിയിലൊന്നും അല്ല സംസാരിച്ചെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ആ ഇതിന്റെ എപ്പിസോഡിൽ. അപ്പൊ അതിനൊക്കെ ശേഷമാണ് പുള്ളിക്കാരി കൂടുതലായിട്ട് വീക്ക് ആയിട്ടുള്ളത്. ഇന്നലെ പിന്നെ വീഡിയോ ഒക്കെ കാണിച്ചതിന് ശേഷം ഗബ്രി ഇങ്ങനെ ഇരിക്കുന്നതും ഗബ്രി കുറ്റിയാണെന്നൊക്കെ പറയുവാണല്ലോ. അപ്പൊ ഗബ്രി പോയി കഴിഞ്ഞാലും അവളുടെ പേരിലാണ് കുറ്റം വരുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നാണ് സിബിനൊക്കെ പറയുന്നത്. സിബിൻ സായോട് പറയുന്നുണ്ടായിരുന്നു അവൾ എന്ത് പൊട്ട സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ലാലേട്ടനോട് പറഞ്ഞത് എന്നുള്ളത്. ലാലേട്ടനോട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു പ്രണയത്തിലാവാതെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് സിബിൻ പറഞ്ഞത്. എന്ത് പൊട്ട കാര്യമാണ് അവൾ പറയുന്നതെന്നൊക്കെയാണ് സിബിൻ പറഞ്ഞത്. അതുപോലെ നൻസിവ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ എന്തിനാണ് ഒരു കൺഫ്യൂഷൻ ഈ റിലേഷനെ പറ്റി എന്നുള്ള രീതിയിൽ. അത് ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടുത്തൊരു വീഡിയോ ഉടനെ